ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ അനുമോളോട് അനീഷ് സംസാരിച്ചിരിക്കുകയാണ്. ആരോടും മിണ്ടാതെ ഒരു ഏരിയയിൽ മാറിയിരിക്കുകയാണ്. അപ്പോൾ അനീഷ് മഴയത്തിറങ്ങി വന്ന് സംസാരിക്കുന്നുണ്ട്. അനുമോൾ ഇങ്ങനെ ഇരിക്കാതെ വീട്ടിലിങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതല്ലേ, നമ്മൾ ആ ഒരു രീതിയിൽ കണ്ടാൽ പോരെ എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ അനു പറയുന്നുണ്ട്, അല്ല ചേട്ടാ ഞാനും അങ്ങനെ എന്നെ കാണുന്നുള്ളൂ, നമ്മളെല്ലാം നമ്മുടെ ആ ഒരു ദേഷ്യത്തിന് പുറത്തവൻ ചെയ്തതായിരിക്കും, പക്ഷേ എങ്കിൽ ബിഗ് ബോസ് കാണിക്കുന്നത് ശരിയാണോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. കാരണം ആ ഒരു അടി നടന്നപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടായ സമയത്താണെങ്കിലും കൂടിയും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഒരു വാക്ക് പോലും ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. കൂടി വന്നാൽ ബിഗ് ബോസ് എന്ത് ചെയ്യും, വിളിച്ചിരുത്തിയിട്ട് ലിവിങ് ഏരിയയിലിരുത്തും, അതല്ലാതെ വേറെ ഒന്നും ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പോഴാണെങ്കിലും എൻ്റെ കേസിലോട്ട് വന്ന സമയത്ത് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇതൊക്കെ ഞാൻ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്, എല്ലാവരും ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കാറുള്ളത് എന്നുള്ള രീതിയിൽ പറയുന്ന അനുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അനുവിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നെവിൻ്റെ ഭാഗത്ത് മാത്രമേ തെറ്റൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നെവിൻ വന്ന് ചൊറിഞ്ഞു എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേങ്കിൽ അതേപോലെ തന്നെ തിരിച്ച് നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിക്കുകയും അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ആ ഒരു മൈക്ക് തിരിച്ച് വെള്ളം ഒഴിക്കാൻ വന്ന സമയത്ത് പൊത്തി അല്ലെങ്കിൽ അതിന് നേരൊക്കെ വെച്ച് മൈക്കിൽ ഒഴിക്കാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ നെവിൻ അത് ബെഡിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അനു ആ രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ മാന്തി പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ബിഗ് ബോസ് ആ ഒരു സമയത്ത് പോലും ഒരു രീതിയിലുള്ള തീരുമാനമോ നടപടിയോ ഒന്നും തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നെവിനോട് ആണെങ്കിൽ എനിക്ക് ഇനി മിണ്ടാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടറാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, എനിക്കിവിടെ ആകുമ്പോൾ കുറച്ചധികം നേരം സമാധാനമൊക്കെ കിട്ടും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തായാലും തുടരെ ബിഗ് ബോസിനെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു രീതിയിലും ഇടപെടാതിരിക്കുന്നത് മോശമായി പോയി ബിഗ് ബോസ് എന്നുള്ള രീതിയിൽ ഇൻഡയറക്റ്റ്ലി പറയുന്ന അനുവിനെ നമുക്ക് ലൈവിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു.